എല്ലാവർക്കും നമസ്കാരം. പ്രൊജക്ഷൻ ഓഫ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഡിക്ഷനെ പറ്റിയാണ്. ഞാൻ അജിത് കുമാർ, സൈക്കോളജിസ്റ്റ്. നമ്മുടെ ബ്രെയിനിലുള്ള റിവാർഡ് സിസ്റ്റമാണ് ബിഹേവിയറിനെ പ്ലഷറുമായി ബന്ധിപ്പിക്കുന്നത്. അതിൽ തന്നെ മീസോലിംബിക് പാത്വേയിലുള്ള ഡോപ്പമിനാണ് റിവാർഡ് സിസ്റ്റത്തിലെ പ്ലഷറുമായി ബന്ധപ്പെടുത്തിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതിൽ ഉൾപ്പെടുന്ന ചില പ്രധാന ഏരിയകളാണ് വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, ന്യൂക്ലിയസ് അക്കംബൻസ്, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഒരു കാപ്പി കുടിക്കുമ്പോഴോ നല്ലൊരു പുസ്തകം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോൺ ഫിലിം കാണുമ്പോഴോ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു സുഖമുണ്ടാകുന്നു. ഇത് ആ വ്യക്തിയുടെ ഓർമ്മയിൽ സൂക്ഷിക്കപ്പെടുന്നു. ചെയ്യുന്ന പ്രവൃത്തിയുടെ തീവ്രതയനുസരിച്ച് ഡോപ്പമിൻ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്നു. അത് ന്യൂക്ലിയസ് അക്കംബൻസിൽ എത്തുമ്പോഴാണ് ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും ഒരു അനുകൂല സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ചെയ്യുന്ന അമിഗ്ദല നമ്മളെ പ്രേരിപ്പിക്കും. അന്ന് നീ അത് ഉപയോഗിച്ചില്ലേ, അല്ലെ അങ്ങനെ ചെയ്തില്ലേ, നിനക്കൊരു സുഖം കിട്ടിയില്ലേ, വാ നിനക്ക് ഞാൻ സുഖം തരാം. അങ്ങനെ ആ പ്രേരണയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ വീണ്ടും ആ സ്വഭാവത്തിലേക്ക് വഴുതി വീഴുന്നു. നിരന്തരമായുള്ള ഈ പ്രവൃത്തിയുടെ ഫലമായി ആ വ്യക്തി ആ സ്വഭാവത്തിന് അടിമപ്പെടുന്നു. നിരന്തരമായുള്ള ഉപയോഗം മൂലം ആ സബ്സ്റ്റൻസുമായി നമ്മുടെ തലച്ചോർ താതാത്മ്യം പ്രാപിക്കുന്നു. ചെറിയ അളവിലുള്ള ഒരു സുഖം കിട്ടണമെങ്കിൽ പോലും വലിയ അളവിലുള്ള ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങളോ പ്രകടിപ്പിക്കേണ്ടതായി വരുന്നു. ഇതിനെ ടോളറൻസ് എന്ന് പറയും. ഇതിന് മറുവശം കൂടിയുണ്ട്. വളരെ ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ പോലും വളരെ കൂടിയ അളവിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇതിനെ സെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ടോളറൻസ് എന്ന് പറയും. സ്വഭാവവിശേഷങ്ങളോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ പെട്ടെന്ന് നിർത്തുമ്പോൾ ചില വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നു. അതിൽ ആങ്സൈറ്റി കൂടാം, ഡിപ്രഷൻ വരാം, ഫിസിക്കൽ ഡിസ്കംഫോർട്ട് ഉണ്ടാകാം. കൂടാതെ കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന ഡെലീറിയം ട്രെമൻസിൽ വരെ എത്തിച്ചേരാം. ബ്രെയിനിലെ ഏതെല്ലാം ഭാഗങ്ങളെ അഡിക്ഷൻ ബാധിക്കുമെന്ന് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. തീരുമാനമെടുക്കാനുള്ള കഴിവ് നിയന്ത്രിക്കുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇവിടെ അഡിക്ഷൻ ബാധിക്കുന്നതിനാൽ പ്രധാനമായും ദേഷ്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അമിഗ്ദല ആക്ടിവേറ്റ് ചെയ്യുന്നതിനാൽ ആ വ്യക്തികൾ വൈകാരികമായി വളരെ തീവ്രത കൂടിയ പ്രതികരണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നു. ഹിപ്പോകാമ്പസിന്റെ പ്രവർത്തനത്തെയും അഡിക്ഷൻ ബാധിക്കുന്നതിനാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയെയും ഓർമ്മയെയും അഡിക്ഷൻ കാര്യമായി ബാധിക്കാറുണ്ട്. കാരണം ഹിപ്പോകാമ്പസ് ആണ് മെമ്മറി ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഏരിയ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനത്തെയും അഡിക്ഷൻ ബാധിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഡോപ്പമിൻ ആണ്. കൂടാതെ ഗ്ലൂട്ടാമേറ്റ് ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ബാധിക്കുന്നതിനാൽ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ കാര്യമായി ബാധിക്കുന്നു. ഗാബ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അഡിക്ഷൻ ഇതിനെ ബാധിക്കുന്നതിനാൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂടാൻ കാരണമാകുന്നു. കാരണം ന്യൂറോണൽ ആക്ടിവിറ്റിയെ നിയന്ത്രിക്കുന്നത് ഗാബയാണ്. ട്രീറ്റ്മെന്റ്സിലേക്ക് വന്നാൽ പ്രത്യേക ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുള്ള ചികിത്സാ രീതികളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് ഇവയെ ടാർഗറ്റ് ചെയ്യുള്ള ചികിത്സാ രീതികളാണ് ചെയ്യുന്നത്. ഇതുമൂലം വിഡ്രോവൽ സിംറ്റംസ് നിയന്ത്രിക്കാനും ക്രേവിങ്സ് നിയന്ത്രിക്കാനും സാധിക്കുന്നു. തെറാപ്പിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും മോട്ടിവേഷണൽ ഇന്റർവ്യൂയുമാണ് ചെയ്യുന്നത്. ഇത് ആ വ്യക്തിയെ അവരുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ മനസ്സിലാക്കി മാറ്റം വരുത്തുവാൻ സഹായിക്കുന്നു. അങ്ങനെ ക്രേവിങ്സ് നിയന്ത്രിക്കാൻ വളരെ സഹായകരമാണ്. ന്യൂറോ സ്റ്റിമുലേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ തന്നെ TMS, ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, അതായത് നമ്മുടെ തലയിൽ ഒരു മാഗ്നറ്റ് ഘടിപ്പിച്ച് ചില പ്രത്യേക ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. കൂടാതെ ട്രാൻസ്ക്രേനിയൽ ഡയറക്റ്റ് കറന്റ് സ്റ്റിമുലേഷൻ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ തലയിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് അതിലൂടെ ഡയറക്റ്റ് കറന്റ് കടത്തിവിട്ട് ചില ഏരിയകളെ ഉത്തേജിപ്പിച്ച് നെയും ക്രേവിങ്സിനെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചികിത്സാ രീതികളാണിത്. അഡിക്ഷൻ ഒരു രോഗമാണ്. ഇത് ആ വ്യക്തിയുടെ കുറ്റമല്ല. അവരെ സഹാനുഭൂതിയോടെ കണ്ട് ചികിത്സാ രീതിയിലേക്ക് അല്ലെങ്കിൽ ചികിത്സയിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി
ചികിത്സിക്കുകയാണ് വേണ്ടത്. ജീവിതമാണ് ലഹരി, അത് ആസ്വദിക്കും. മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. നന്ദി.